സായാഹ്ന തീരങ്ങളിൽ വെയിൽ നാളങ്ങൾ പിൻവാങ്ങവേ ആ നീ വന്നോ? എന്താ ഇത്ര ലേറ്റ് ആയേ? അത് പെൻഡിങ് വർക്ക്സ് ഒരുപാടുണ്ടായിരുന്നു. ഈയിടെയായിട്ട് നിന്റെ ഓവനായിട്ട് വർക്ക് ഇത്തിരി കൂടുന്നുണ്ട്. ശരി വാ കഴിക്കാം. എനിക്ക് വേണ്ട, ഞാൻ കഴിച്ചിട്ടാ വന്നേ. ഇതൊക്കെ പിന്നെ എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞതല്ലേ ഇന്ന് ഒരുമിച്ച് കഴിക്കാന്ന്. ശരി സാരമില്ല. എനിവേ ദിസ് ഈസ് മൈ ആനിവേഴ്സറി ഗിഫ്റ്റ്. മാരേജ് കഴിഞ്ഞിട്ട് 1 വർഷമായെന്ന് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അതുകൊട്ടെ എന്റെ ഗിഫ്റ്റോടെ. ഗിഫ്റ്റ് ഞാൻ മറന്നു. ഫൈൻ, എനിക്ക് വലിയ ഗിഫ്റ്റ് ഒന്നും വേണ്ട. നീ ഇങ്ങനെ കൂടെ ഉണ്ടായാൽ മതി. ലെറ്റ്സ് മേക്ക് എ ഗുഡ് ഗിഫ്റ്റ്, ഓക്കെ? എടാ വിട്, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഒന്ന് കിടക്കണം. ഓക്കെ, റെസ്റ്റ് എടുക്കാം. ഞാൻ ഇറങ്ങാം. നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടേ? വേണ്ട, ലേറ്റായി, ഞാൻ ഓഫീസിൽ നിന്ന് വിളിച്ചോ. വെയിറ്റ്, പോകില്ലേ? ഹരി, നീ എവിടെയാടാ? ഞാൻ ഇറങ്ങുക. ഓക്കെ ബൈ. ഓഫീസിൽ എത്തിയിട്ട് വിളിക്ക്. നീ ഒന്നിങ്ങ് വന്നേ. എന്താടാ ചെക്ക? ഇതിലായിരുന്നു വിളിച്ചേ? ഈവനിങ് വരെ നിന്നെ മിസ് ചെയ്യില്ലേ? അതുവരെ ഒരു എനർജിക്ക് ഇതിരിക്കട്ടെ. ഇനി അങ്ങോട്ട് എന്നും ഇത് ശീലാക്കേണ്ടി വരും. ഓക്കെ അല്ലേ? അല്ല, ഇതാരാ? കൊറേ ആയല്ലോ ഈ വഴിയൊക്കെ. അവന്റെ ഫേവറേറ്റ് കപ്പ് കേക്ക്സ് ഉണ്ടാക്കിയിരുന്നു. രാവിലെ കഴിക്കാൻ നേരമില്ലെന്നും പറഞ്ഞ് ഇറങ്ങിയതാ. ഓവനായിട്ട് വർക്കിന്റെ കൂട്ടത്തില് ആഹാരമില്ല, ഉറക്കമില്ല. ഓവനേറ്റാ? അവന് ഇന്നലെ ഹാഫ് ലീവായിരുന്നല്ലോ. നീ അന്ന് കൊണ്ടുവന്ന കേക്സിന്റെ രുചി ഇപ്പോഴെന്റെ നാവിന്റെ തുമ്പിലുണ്ട്. അതങ്ങ് എടുത്തു വെച്ചേ. ആദ്യം ഞാൻ അവനൊന്ന് കണ്ടിട്ട് വരാം, എന്നിട്ട്. അത് പിന്നെ അങ്ങനെയാണല്ലോ. അവനാണെങ്കിൽ നീ കൊണ്ടുവന്നതായതുകൊണ്ട് മതിയായാലും കഴിച്ചുകൊണ്ടിരിക്കും. അവൻ ജെയ്സന്റെ കൂടെ സ്മോക്ക് ഏരിയയിലോട്ട് പോകുന്നുണ്ടു. ചെല്ല്, അവിടെ കാണും. വന്നപ്പോ തുടങ്ങിയതാണല്ലോ. ഇത് എത്രാമത്തെയാടാ? വലിച്ചു ചാവാനാണോ ഉദ്ദേശം? ഹരി ഇത് വല്ലതും അറിയുന്നുണ്ടോ എന്തോ? നീയല്ലേ അവനിതൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ടെല്ലാം നിർത്തുവാണെന്നൊക്കെ പറഞ്ഞേ. ആ, അവന് വേണ്ടി തന്നെ നിർത്തിയേ. ഇപ്പൊ അവൻ കാരണം തന്നെ ഈ വലിച്ചോണ്ടിരിക്കുന്നത്. എന്താടാ നിനക്ക് പറ്റിയേ? അവനുമായിട്ട് വല്ല വഴക്കൂട്ടോ? എന്താണേലും ഒന്ന് സംസാരിച്ച് തീർക്കാൻ നോക്കുക. ഞാൻ എന്ത് സംസാരിക്കാനാ? സത്യം പറഞ്ഞ എനിക്ക് മടുത്തടാ. ശരിയാ, ഞങ്ങളുടെ ഇതൊരു ലവ് മാരേജ് ആയിരുന്നു. പക്ഷേ മനുഷ്യനല്ലേ, എപ്പോഴും ഒരുപോലെ പെരുമാറാൻ കഴിയുമോ? ഞാൻ ഇങ്ങനെ ഒരു ജീവിതമൊന്നുമല്ല ആഗ്രഹിച്ചേ. അതിനിടെ ഫാമിലി. എടാ നിനക്കെന്നെ അറിയാലോ, ഐ എം നോട്ട് എ ഗേ ലൈക്ക് ഹിം. കോളേജിൽ അല്ലറ ചില്ലറ ചുറ്റിക്കളികളുടെ കൂട്ടത്തിൽ എപ്പോഴും അവൻ മുന്നിൽ വന്ന് ചാടി. എനിക്കറിയില്ല, മേ ബി ഐ ഫോൾ ഇൻ ലവ് വിത്ത് ഹിം. ഒരുപക്ഷെ അവൻ്റെ ലുക്ക് കണ്ട് അട്രാക്ഷൻ തോന്നിപ്പോയിരിക്കാം. അത് വേറൊരു അട്രാക്ഷൻ മാത്രമാണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എൻ്റെ പാരൻസിനെ പറ്റി നിനക്കറിയില്ലേ? ആവശ്യത്തിൽ കൂടുതൽ പണം ഉണ്ടാക്കാനുള്ള തത്രപ്പാടിനിടയിൽ അവരെന്നെ അറിയാൻ ശ്രമിച്ചിട്ടില്ല. എനിക്കൊരു ലൈഫ് വേണം. കെട്ടാൻ പോകുന്ന പെണ്ണ് എന്നെ മനസ്സറിഞ്ഞ് സ്നേഹിക്കണം. എൻ്റെ പാരൻസിന് തരാൻ പറ്റാത്ത കെയർ, ഹാപ്പിനെസ് എല്ലാം അവളിലൂടെയും അവളുടെ ഫാമിലിയിലൂടെയും വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴോ ഹരി, അവന് സ്വന്തം എന്ന് പറയാൻ ആരുമില്ല. എൻ്റെ ലൈഫിലും ഇപ്പം എനിക്ക് ആരുമില്ല. ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ഒറ്റപ്പെട്ടൊരു ജീവിതം. ഒരു കുഞ്ഞും അതിൻ്റെ കളിയും ചിരിയും ഓരോ വളർച്ചയും കൺമുന്നിൽ കണ്ട് ആസ്വദിച്ച് സ്നേഹിച്ച് ഒത്തിരി രസമായിരിക്കും അല്ലേ? ബട്ട് എനിക്ക്, എടാ ഞങ്ങൾക്കൊരിക്കലും നല്ലൊരു ഫാമിലി ഉണ്ടാവില്ല. എന്നും ഇങ്ങനൊരു ജീവിതം ജീവിച്ചു തീർക്കാൻ എങ്ങനെയാണ്? എനിക്ക് ഇപ്പം തന്നെ മടുത്തു തുടങ്ങി. എല്ലാവരും എടുത്തുചാട്ടമായിരുന്നു. ഒന്നും വേണ്ടെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നേ. എടാ പുന്നാര മോനെ, ഞാൻ പറഞ്ഞാൽ കുറച്ച് കൂടിപ്പോവും. നീ പറയുന്നത് എന്താണെന്ന ബോധമെങ്കിലും നിനക്കുണ്ടോ? അവനാണെങ്കിൽ നീ മാത്രം ലൈഫെന്ന് പറഞ്ഞ് നടക്കുക. അവൻ്റെ ഒരു ഓഫനാണെന്ന് ചോദിക്കാനും പറയാൻ ആരും ഇല്ലാത്തവനാണെന്ന് അറിഞ്ഞോണ്ടല്ലേ നീ അവനെ കൂടെ കൂട്ടിയേ. അന്നേരം ഞാനടക്കം നിന്റെ വീട്ടുകാരും പറഞ്ഞു ആലോചിച്ചിട്ട് മതിയെന്ന്. അപ്പം നീ വലിയ വായിൽ വലിയ വീരവാദം മുഴക്കിയല്ലോ. നിനക്ക് കാശും പണമൊന്നുമല്ല, അവനാ വലുത്, അവൻ്റെ സ്നേഹ വലുത്. എന്നിട്ടിപ്പോൾ എന്താ? സ്നേഹം കുറഞ്ഞുപോയി. അവൻ്റെ അല്ല, നിന്റെ. നീ ഇപ്പോൾ പറഞ്ഞതിനൊക്കെ പച്ച മലയാളത്തിൽ കഴപ്പെന്ന് പറയും. അവനെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞപ്പോൾ നിനക്ക് മടുത്തു. നീ ഈ ചെയ്യുന്നതും പറയുന്നതും ഒട്ടും ശരിയല്ല. ഹീസ് ലൈക്ക് മൈ ബ്രദർ. അവനെ വേദനിപ്പിച്ച ശ്യാമ ഉറപ്പാ വൺ ഡേ യു വിൽ റിഗ്രറ്റ്.
നീ എന്നോടിങ്ങനെ ദേഷ്യപ്പെടുന്ന എന്തിനാ? ഞാൻ പറഞ്ഞതിൽ കാര്യമില്ലെന്ന് നീ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. സത്യമായിട്ട് എനിക്ക് മടുത്തിട്ടാടാ. നീ എങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്ക്. എടാ എനിക്കറിയാം നീ ഇപ്പോൾ ഒത്തിരി കൺഫ്യൂസ്ഡ് ആണ്. ആവശ്യത്തിൽ കൂടുതൽ പണവും സമ്പാദ്യമൊക്കെ ആയി ലാവിഷ് ലൈഫ് ജീവിച്ച നിനക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒന്നുമില്ലാതെ അവന് വേണ്ടി മാത്രം ജീവിക്കുന്നു എന്ന് തോന്നുന്നത് കൊണ്ടുള്ള പ്രോബ്ലംസ് ആണ് ഇതൊക്കെ. ഒരു നോർമൽ ലൈഫാണെങ്കിൽ പോലും നീ ഇപ്പം പറഞ്ഞ പ്രോബ്ലംസ് ഒക്കെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. അതിനൊക്കെ നേരിടാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, സംസാരിക്കുക. അവൻ്റെ കൂടെ പഴയതുപോലെ ടൈം സ്പെൻഡ് ചെയ്യുക. ഓഫീസ് വീട് ഓഫീസ് വീട് ഇതാണ് നിന്നെ ഏറ്റവും കൂടുതൽ ചടപ്പിക്കുന്നേ. ഒരു കാര്യം ചെയ്യേ, വീട്ടിൽ ചെന്ന് അവനോടൊന്ന് സംസാരിക്കേ. എന്നിട്ട് കുറച്ച് ദിവസം ലീവ് എടുത്ത് രണ്ടും കൂടി ഒന്ന് കറങ്ങിയടിച്ചിട്ട് വാ. അപ്പോഴേക്കും നിൻ്റെ ഈ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആവും. ഞാനൊരു സത്യം പറയാലോ, അവനെപ്പോലെ നിന്നെ മനസ്സിലാക്കി വേറെ ഒരാളും കാണില്ല. പെണ്ണിനെ മാത്രമല്ലടാ, മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ അവനും കഴിയുന്നുണ്ട്. നീ ഒന്നും കാണാതെ പോകുന്നേ. ഇനിയിപ്പോൾ കുട്ടികളില്ലാത്തതാണ് പ്രശ്നമെങ്കിൽ അതിന് ഓപ്ഷൻസ് ഉണ്ട്. കുട്ടികളെ വേണ്ടെന്ന് പറഞ്ഞ് കൊന്നുകളയുകയും വലിച്ചെറിയുകയും ചെയ്യുന്ന നാടായത്. അഡോപ്റ്റ് ചെയ്യാം. അതൊക്കെ പിന്നുള്ള കാര്യങ്ങളല്ലേ. ഇന്ന് ഇവിടുന്ന് ഇറങ്ങിയാ കറങ്ങി നടക്കാതെ അവൻ്റെ അടുത്ത് പോയി സംസാരിക്കേ. ഓക്കെ? ശ്യാം, ഞാൻ ആഗ്രഹിച്ചിട്ടല്ല നീ എൻ്റെ ലൈഫിലേക്ക് വന്നത്. ക്യാമ്പസിലോ ആദ്യം എല്ലാവരും തമാശയായിരുന്നു. പിന്നീടെപ്പോഴോ അറിയാതെ സ്നേഹിച്ചു പോയി. ഇപ്പം നിനക്കും എന്നെ വേണ്ടതായി അല്ലേ? ഡാ, നീ പിന്നെ പുതിയ കാർ എടുത്തോ? യാ, ലൈഫ് ഒന്നല്ലേ ഉള്ളൂ മോനെ. മാക്സിമം അങ്ങ് എൻജോയ് ചെയ്യണം. ശ്യാം, ഹേയ് ബേബ്, യു വാണ്ട് എ റൈഡ്? യാ ഷുവർ. ഓഫ്, ജീവിക്കുവാണെങ്കിൽ ഇവനെ പോലെയൊക്കെ ജീവിക്കണം. ஒரு பப்பால ஏங்கிடுச்சா பொல்லாத காதல் வர அதெல்லாம் பட மாறிடுச்சா. ഇനി ആരെയാടാ വെയിറ്റ് ചെയ്യുന്നേ? പോവാം. ബട്ട് അങ്ങോട്ട് നോക്ക്. കാറിന്റെ പിന്നിൽ കൊണ്ടുവന്നല്ലേ ഈ പേടകം പാർക്ക് ചെയ്തേ. അത് മാറ്റാതെ കാർ എങ്ങനെ എടുക്കും? എന്റെ പൊന്നോ, ഇതായിരുന്നു വലിയ കാര്യം. JCB ഒന്നുമല്ലല്ലോ, ഒരു സൈക്കിളല്ലേ. ദയിപ്പ് എടുത്ത് മാറ്റാം. അതിൽ തൊട്ടു വരുത്. എടാ, ഏതെങ്കിലും ഒരു കിളി അറിയാതെ കൊണ്ട് പാർക്ക് ചെയ്തതായിരിക്കും. ക്ലാസ് ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി ഇതെടുക്കാൻ വരും. എന്റെ മനസ്സ് പറയുന്നു മോനെ, വരാൻ പോകുന്നത് ഒരു 16 പീസായിരിക്കും. ഇത്രയും നേരം വെയിറ്റ് ചെയ്തതല്ലേ, കുറച്ചു നേരം കൂടി നോക്കാം. വല്ലോ നടക്കോ? കുറെ നേരം ആയല്ലോ. നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നേ? കാറ് പഞ്ചറായോ? ഇവനേതാ ഈ വതിരി? ഒന്ന് പോയടാ. എടാ, ഇത് ആൽഫി. ഞാൻ പറഞ്ഞില്ലേ MCOMില് ഒരുത്തന്റെ പുറകെ മണപ്പിച്ചോന്ന് നടക്കുന്ന വേറൊരുത്തനെ പറ്റി. അവനാ. ഓ, മറ്റേ കേസ്. എടാ, നിനക്കൊക്കെ നാണില്ലേ? വെറുതെ ഞങ്ങൾ കൂടി നാണക്കേടുണ്ടാക്കി വെക്കാൻ. ഈ കോളേജിൽ വേറെ പെൺപിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ നീ അവന്റെ പുറകെ നടക്കുന്നേ? കോളേജിൽ ഇഷ്ടം പോലെ പെൺപിള്ളേരുണ്ട്. പക്ഷേ എനിക്കിഷ്ടം തോന്നിയത് അവനോടാ. അതത്ര വലിയ മോശം കാര്യമാണെന്ന് എനിക്കറിഞ്ഞൂടാ. എന്നെ പോലെ ഒരുപാട് പേര് ഈ ലോകത്തുണ്ട്. അവരൊക്കെ അത്ര മോശപ്പെട്ടവരാണോ? നീ എന്താണ് ഫിലോസഫി ക്ലാസ് എടുക്കുവാണോ? എൻ്റെ ബ്രോ, എനിക്ക് വഴക്കൂടാൻ താല്പര്യമില്ല. ഞാൻ നിങ്ങളാരും ശല്യം ചെയ്യാനും വരുന്നില്ല. അവൻ ഈ വഴിക്കാ പോവാറ്. ഒന്ന് കണ്ട് സംസാരിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നേ. സോ പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ്. ഓഹോ, എങ്കിൽ നിങ്ങളുടെ സംസാരം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. ശ്യാം, എന്തിനാണ് നീ ആവശ്യമില്ലാത്ത വള്ളിക്കെട്ടൊക്കെ തലയിലെടുത്ത് വെക്കുന്നേ? വാ പോവാം. അല്ല, ആ ഗന്ധർവനൊന്ന് കാണണം, എന്നിട്ടേ ഞാൻ ഇവിടുന്ന് വരുന്നുള്ളൂ. ഏതായാലും ഇവിടെ വായ മുടിച്ചിരിക്കുമല്ലേ. ശ്യാമേ, ദേടാ അവനാ. ഹരി, പ്ലീസ് ഡാ, ഇന്നെങ്കിലും എന്നോടൊരു 10 മിനിറ്റ് സംസാരിച്ചൂടെ? ഒരുപാട് സമയമായി നിന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൽഫി, ഞാൻ ഒരുപാട് തവണ പറഞ്ഞു വെറുതെ എൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്തത്. ഐ സോറി, പ്ലീസ് ലീവ് മീ. ദേടാ, ഇങ്ങോട്ടാണല്ലോ വരുന്നേ. അതെ. എക്സ്ക്യൂസ് മീ, ഇത് എൻ്റെ സൈക്കിളാണ്. ക്യാൻ ഐ? എക്സ്ക്യൂസ് മീ. ഓ, യാ ഷുവർ. അയ്യോ, ആ മോന്തായി ഒന്നെങ്കിൽ തിരിച്ചാൽ ഞാനൊന്ന് കാണട്ടെ. അയവരക്ക് കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ലേ മോനെ.
1.5 മണിക്കൂർ കാത്തു നിന്ന കിളിയാ ആ സൈക്കിൾ അടിച്ചുകൊണ്ട് പോണേ. സാരമില്ല, ഞാൻ തന്നെ എല്ലാരും അറിയിച്ച് നാട്ടിക്കാം കേട്ടാ. ജീസ, എന്താടാ? ആ പയ്യനേതാ ഡിപ്പാർട്ട്മെന്റ്? ഏത് പയ്യൻ? ഇന്നലെ സൈക്കിൾ എടുത്തോണ്ട് പോയ കിളി. ഓ, നമ്മുടെ ഗന്ധർവനോ? ഫസ്റ്റ് ഇയർ M.Com. എനിക്ക് അവനൊന്ന് കാണണം. അതിനെന്താ, നമുക്ക് പോയി കൂട്ടാലോ. ദേ ഈ ക്ലാസ് ഒന്ന് കഴിഞ്ഞോട്ടെ. പറ്റൂല, എനിക്കിപ്പോ പോണം. ശ്യാമ മോളെ, അടങ്ങി ഇവിടെ ഇരുന്നേ. മോളോ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ശ്യാമേന്ന് വല്ല പെമ്പിള്ളാരെ വിളിക്കുന്ന പോലെ നീട്ടി പിടിക്കരുതെന്ന്. ചിരിക്കുന്നോ? ശരിയാക്കി തരാടാ പട്ടി. സാർ, യെസ്. ദേ ഒരു ഡൗട്ട്. എനിക്കാ? ഓക്കെ, വാട്ട് ഈസ് ഇറ്റ്? അത് പിന്നെ ഡൗട്ട്, ഈ ഫാൻ തേണ്ട വലത്തോട്ട് കറങ്ങുന്ന പോലെ തോന്നുന്നു. ഇഡിയറ്റ്, both of you get out. എന്തോ ഒരു ടൈപ്പുണ്ടല്ലോ. ചേടാ, വേണ്ട സമയമായല്ലോ. എഴുതോടെ പോയി. അളിയാ, പതിവില്ലാതെ വാച്ചിലോട്ട് നോക്കിയ സമയം കളയുന്നുണ്ടല്ലോ. 2 ഗ്ലാസ് ചായ കഴിച്ച് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് 1/2 മണിക്കൂറായി. ഉദ്ദേശം എന്താ? ഹരിയാണോ? അതെ. നീ ഇങ്ങനെ കൺഫ്യൂസ് ആവണ്ട. എനിക്ക് തന്നെ അറിഞ്ഞൂടെ എന്താ പറ്റിയത്. അവനെ കണ്ടപ്പോൾ ലൈഫിൽ ഇന്നേ വരെ എൻ്റെ ഹാർട്ട് ബീറ്റ് ഇത്രയും കൂടിയിട്ടില്ല. ബാൻഡ് വേണം പൊട്ടുമായിരുന്നു. പിന്നെയും കാണുമ്പോൾ നിങ്ങൾ തോന്നുക, സിഗരറ്റിനും കള്ളിനും പോലും ഇത്രയും ലഹരി കിട്ടിയിട്ടില്ല. നീ തന്നെയാണ് ഈ പറയുന്നേ. എന്താ മോനെ, ലവ് ആണോ? ചേച്ചേ, ലവ്? അന്നോടൊക്കെ അല്ല, നീ ഈ പറഞ്ഞതൊക്കെ എൻ്റെ അറിവിൽ പ്രേമിക്കുന്നവർക്ക് തോന്നുന്ന ഫീലാണ്. അതിനൊരു സാധ്യതയില്ല. ഓ, രാവിലെ തൊട്ട് മോന്തായം വളഞ്ഞാണല്ലോ ഇരിപ്പ്. 2 ദിവസമായി അവനെ കണ്ടിട്ടേ ഇല്ല. ക്ലാസ് ചോദിച്ചപ്പോൾ ആർക്കൊന്നും അറിഞ്ഞൂടാ. എടാ, അവനൊരു ഇൻട്രോവേർട്ടാ. അധികം ആരോട് സംസാരിക്കാറില്ല, ഫ്രണ്ട്സും ഇല്ല. ദേ, ഇതവൻ്റെ നമ്പറാ, ഒന്ന് വിളിച്ചു നോക്ക്. അളിയാ, ഇതെങ്ങനെ ഒപ്പിച്ചു? അപ്പം നിന്നാ മതി, കൂടി എണ്ണണ്ട. വേണേ വിളിക്ക്, അല്ലേ വേണ്ട. ഫോൺ സ്വിച്ച് ഓഫാ. എടാ, ഇനി വല്ലത് പറ്റിക്കാണോ? അവൻ എവിടെ താമസം എന്നറിയോ? ദേ അടുത്തത്. നീ നേരത്തെ നമ്പർ സംഘടിപ്പിച്ച പോലെ ഒരു കുഴി കൂടി കുഴിച്ച് അപ്പം ചൂടതാ പ്ലീസ്. ഹായ്, ഐം ശ്യാം, സെക്കൻഡ് MA. അറിയാം. എന്താ ഇവിടെ? അത് ഞാൻ തന്നെ കാണാൻ വന്നതാ. 2 ദിവസം കോളേജ് കണ്ടില്ല. ഫോൺ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ്. ഒരുവിധം കഷ്ടപ്പെട്ടാ ഈ സ്ഥലം കണ്ടുപിടിച്ചേ. ഇവിടാണല്ലേ താമസം? അല്ല, 2 ഡേയ്സ് എവിടെയായിരുന്നു? വല്ലതും പറ്റിക്കാണെന്നോർത്ത് ഞാനത് പേടിച്ചു. അതാ കണ്ടിട്ട് പോവാന്ന് വെച്ചേ. എനിക്ക് ഒരു PSC എക്സാം ഉണ്ടായിരുന്നു, അതിനു വേണ്ടി പോയതാ. ഓ, എന്നാ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? ഇത് തന്നെ കുറിച്ച് ആർക്കും ഒന്നും അറിഞ്ഞൂടാ. വല്ലാത്തൊരു ലൈഫ് തന്നെ. അതെ, ഉച്ച തൊട്ട് ഇവിടെ ഈ നിൽപ്പ് നിൽക്കാൻ തുടങ്ങിയതാ. ആഹാരം പോലും കഴിച്ചിട്ടില്ല. ഒരു കോഫി കിട്ടുമോ? ഓക്കെ, ഇവിടെ അടുത്തൊരു കോഫി ഷോപ്പ് ഉണ്ട്, വാ പോവാം. എന്തിന്? താൻ ഇവിടെയല്ലേ താമസം? ഡോറ് തുറക്ക്. ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ തന്നെ ഇട്ട് കുടിച്ചോളാം. അത് വേണ്ട, സ്ട്രേഞ്ചേഴ്സിനെ ഞാനങ്ങനെ വീട്ടിൽ കയറ്റാറില്ല. നമുക്ക് പുറത്തുപോയി കുടിക്കാം. ആരോടും ഇങ്ങനെ ഒന്നും സംസാരിക്കാതിരുന്ന എല്ലാവരും സ്ട്രേഞ്ചേഴ്സ് തന്നെ ആയിരിക്കും. ശരി, ഞാൻ തർക്കിക്കുന്നില്ല, നമുക്ക് കോഫി ഷോപ്പ് പോവാം. Now I feeling better. എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, നാളെ കോളേജിൽ വരില്ലേ? ശരി, എന്നാ കോളേജിൽ വെച്ച് കാണാം. അതെ, എപ്പോഴും ഇങ്ങനെ പഠിച്ചോണ്ടിരുന്ന ബോറടിക്കൂലേ? നമുക്കൊന്ന് പുറത്തൊക്കെ പോയി കറങ്ങി വന്നാലോ? ഹരി, ഞാൻ പുറകെ നടക്കുന്നു പറഞ്ഞ് നീ കംപ്ലൈന്റ് ചെയ്തോ? ചെയ്തു. വേണ്ടെന്ന് കുറെ തവണ പറഞ്ഞതല്ലേ. നീ നിന്റെ ഇഷ്ടത്തിന് പറഞ്ഞതാണോ? പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടായി തോന്നിയത് കൊണ്ടാ കംപ്ലൈന്റ് ചെയ്തത്.
നീ വലിയ മറ്റവനാവല്ലേ. കുറെ അവന്മാരുടെ കൂടെ കറങ്ങിയടിച്ച് നടക്കാറുണ്ടല്ലോ. എന്റെ കൂടെ വന്നെന്ന് വിചാരിച്ച് ആകാശം ഇടിഞ്ഞു വിടാനൊന്നും പോകുന്നില്ല. മൈൻഡ് യുവർ വേർഡ്സ്. അവന് താല്പര്യമില്ലെന്ന് പറഞ്ഞില്ലേ? ഈ പുറകെ നടപ്പ് മുരങ്ങ നിർത്തിയേക്ക്. ഓ, അവസാനം നീയും ഇവന്റെ വലയിൽ വന്ന് വീണല്ലേ? എന്നെ കുറെ പുച്ഛിച്ച് തള്ളി. ഇപ്പൊ എന്നോ മുതലാ ഇവന്റെ പുറകെ കൂടിയേ? അതിന് മാത്രം സ്പെഷ്യലായിട്ട് പലതും തന്നു കാണും അല്ലേ? ഇനി കിടന്ന് വായിട്ടടിച്ചാ പല്ല് ഞാൻ അടിച്ചു കുഴിക്കും. ഈ ശ്യാം അങ്ങനെ വെറുമാക്ക് പറയാറില്ല. ഒന്ന് നിർത്ത്. നിനക്കൊക്കെ എന്താ വേണ്ടേ? ആരും ശല്യം ചെയ്യാൻ ഞാനായിട്ട് വരുന്നില്ലല്ലോ. ഒന്ന് ജീവിക്കാൻ സമ്മതിച്ചൂടെ? പ്ലീസ് ഒന്ന് വെറുതെ വിട്ടേക്ക്. ഹരി, ഹരി ഒന്ന് നിക്ക്. എന്താ നിനക്കൊക്കെ വേണ്ടേ? എനിക്ക് വേണ്ടി വാദിക്കാൻ ഞാൻ ആരെയും ഏർപ്പാടാക്കിയിട്ടില്ല. ശല്യം ചെയ്യരുത്. ഇറ്റ്സ് എ റിക്വസ്റ്റ്. അതല്ല മറ്റെന്തെങ്കിലും ഉദ്ദേശമാണ് ഉള്ളതെങ്കിൽ അതും വേണ്ട. ഈ ക്യാമ്പസിൽ എന്നെ കുറിച്ച് എന്തൊക്കെയാ പറയുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ എന്നെ തന്നെ വിറ്റ് ജീവിക്കേണ്ട ഗതികേട് ഇപ്പൊ വന്നിട്ടില്ല. അയ്യേ, ഇത് അവനേക്കാളും മോശമായിട്ടാണല്ലോ നീ നിന്നെ കുറിച്ച് തന്നെ പറയുന്നേ. എന്തിനാ ഞാൻ ഈ പുറകെ നടക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അവനോട് ഗേ. ഐ ലൈക്ക് യുവർ ഐസ്, യുവർ ലിപ്സ് ആൻഡ് ബോഡി ടു. What? ഐ മീൻ സോറി. കഴിഞ്ഞ ഫ്രൈഡേ സ്വിമ്മിങ് ക്ലാസ്സിന് പോയപ്പോൾ പുറകെ ഞാനും ഉണ്ടായിരുന്നു. 1/2 hour. അപ്പോഴേക്കും ആ ജേസൺ വന്നതിനെ പിടിച്ചോണ്ട് പോയി. ഹോ, ഒന്ന് ചിരിച്ചല്ലോ. അവൻ ആ പറഞ്ഞ ഉദ്ദേശമൊന്നും എനിക്കില്ല. ഐ ലൈക്ക് ഗേൾസ് ബട്ട് ഐ ലൈക്ക് യു ടു. എൻ്റെ ഈ ലക്ഷണങ്ങളൊക്കെ വെച്ച് പ്രേമരോഗമാണെന്നാ ജേസൺ ഡോക്ടർ പറഞ്ഞേ. മേ ബി ഒരു ഇൻഫാക്ച്വേഷൻ ആവാം. നമുക്കൊരു കാര്യം ചെയ്താലോ? 30 days ഒരു ഡേറ്റ് ആവാം. അയ്യോ, തെറ്റിദ്ധരിക്കണ്ട. ഇത് പ്രേമൊന്നുമല്ല, വെറും അട്രാക്ഷൻ മാത്രമായിരുന്നു എന്ന് അവനെ കൂട്ടത്തിൽ എന്നെ തന്നെ ഒന്ന് ബോധ്യപ്പെടുത്തണം. അത്രേ ഉള്ളൂ. താനൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. വെയിറ്റ്. I'm okay. ഓക്കെ ഫോർ വാട്ട്? 30 days. അത് കഴിഞ്ഞ് എന്റെ പുറകെ വരരുത്. ഓക്കെ ആണോ? So, this is the end of our date? Yeah. അപ്പോൾ ഇനിയെല്ലാം പറഞ്ഞ പോലെ ബൈ. ഒന്ന് നിന്നേ. അന്ന് ഞാനിവിടെ വന്നപ്പോൾ ഒരു സ്ട്രേഞ്ചർ ആയിരുന്നു. ഇറ്റ്സ് ഓൺലി 10 o'clock. എനിക്ക് ഇനിയും 2 hours ടൈം ഉണ്ട്. ഇപ്പോഴും ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടാ. ഐ നീഡ് ദാറ്റ് ടൈം. ടീ ഓർ കോഫി? കോഫി. നൈസ് ഹോം. ഓ മൈ ഗോഡ്, നീ വീടിനകത്ത് സ്വന്തമായിട്ട് ലൈബ്രറി ഒക്കെ നടത്തുന്നുണ്ടോ? ഐ ലവ് റീഡിങ്. എൻ്റെ കളക്ഷൻസോ? നൈസ്. എനിക്ക് ഈ ശീലം ഒട്ടുമില്ല. കോഫി ഞാനിടണോ താനിടുമോ? നീ ഇരിക്കെ, ഞാനിടാം. ഡു യു സ്മോക്കിംഗ്? യാ, നിനക്ക് വേണോ? അതൊന്ന് മാറ്റി പിടിക്കുമോ? എനിക്കതിൻ്റെ സ്മെല്ല് പോലും ഇഷ്ടമല്ല. ഓ, നീ ഇതുവരെ വലിച്ചിട്ടില്ലേ? നോ, എനിക്ക് വലിക്കുന്നവരെയും കുടിക്കുന്നവരെയും ഒട്ടും ഇഷ്ടമല്ല. എനിക്കിതേ ഇപ്പൊ മുതൽ നിർത്തി. ഈ ഫോട്ടോസൊക്കെ ആരെടുത്തതാ? ഐ ലവ് ട്രാവലിംഗ്, ഫോട്ടോഗ്രാഫി. പറ്റുന്ന സമയത്തൊക്കെ ട്രാവൽ ചെയ്യാറുണ്ട്. അപ്പം എടുത്ത ഫോട്ടോസാ. കോഫി കുടിക്കേ? നൈസ് കോഫി. കുക്കിങ്ങും ഇഷ്ടമായിരിക്കും അല്ലേ? ഹരി, നിന്റെ പാരൻസ് ഒക്കെ എവിടെയാ? ഐ മീൻ ഓർഫനാണെന്ന് എനിക്കറിയാം. എന്നാലും ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവും, എനിക്കറിയില്ല. ഇതുവരെ എന്നെ അന്വേഷിച്ചാലും വന്നിട്ടില്ല. ഞാൻ ആരന്വേഷിച്ചു പോയിട്ടുമില്ല. ഒരു കണക്കിന് ആരും ഇല്ലാത്തത് നല്ലതാ. നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാലോ. ആരും ഇല്ലാത്തതിന്റെ വേദന ഇല്ലാതാവുമ്പോഴേ മനസ്സിലാവൂ. ഓർമ്മ വെച്ച നാൾ മുതലേ ഒരു ഓർഫനേജിലായിരുന്നു. വിശപ്പാ അവിടുത്തെ പ്രധാന പ്രശ്നം. അത്യാവശ്യം ഡൊണേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കിന്നും അരവേരെ കാണും. ചോദിക്കാനും പറയാനും ആരില്ലാത്തവരല്ലേ. പട്ടിണി കിടന്ന് ചത്താലും ആരും ചോദിച്ചു വരില്ല. 18 വയസ്സ് വരെ അവിടെ നിൽക്കാൻ പറ്റും. പട്ടിണി കിടന്ന് ചാവേണ്ടി വരുമെന്ന് വിചാരിച്ച് 16ാമത്തെ വയസ്സിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. വയറ് നിറയെ ആഹാരം കഴിക്കണമെന്ന ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
പക്ഷേ വിചാരിച്ച പോലെ അതത്ര എളുപ്പമായിരുന്നില്ല. അത്യാവശ്യം പഠിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് സ്കൂളിൽ വരാതായപ്പോൾ സാർ അന്വേഷിച്ചു വന്നു. ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനൊക്കെ സാറാ നോക്കിയേ. ഒരു ബോർഡിംഗ് സ്കൂളായിരുന്നു. അവിടെ നിന്നും ഒരുപാട് അനുഭവിച്ചു. എതിർത്തൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. പിടിച്ചു നിന്നു. കുറച്ച് സ്കോളർഷിപ്പ് എക്സാംസ് ഒക്കെ എഴുതിയെടുത്തു. കിട്ടുന്ന ജോലിക്കൊക്കെ പോയി. ഗ്രാജുവേഷൻ അങ്ങനെ കഴിഞ്ഞു. ഇപ്പോൾ ചെറിയ റെന്റിനൊരു അപ്പാർട്ട്മെന്റ്, ആവശ്യത്തിന് ഫുഡ്, അത്രേ ഉള്ളൂ. പഠിക്കണം, ഒരു ജോബ് വേണം. എന്നെപ്പോലെ ഒരുപാട് പേരുണ്ട്. അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, സന്തോഷമായിട്ട് ജീവിക്കണം. ഇപ്പോൾ ആഗ്രഹങ്ങൾ അത്രയൊക്കെ ഉള്ളൂ. ഞാനും നീയും തമ്മിൽ ഒരു കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഗാർഡിയൻ എന്ന കോളത്തിൽ പൂരിപ്പിക്കാൻ തൽക്കാലം എനിക്കൊരു പേരുണ്ട്. ക്യാഷ് ഇതുവരെ എനിക്കൊരു പ്രശ്നമായി തോന്നിയിട്ടേ ഇല്ല. റെപ്യൂട്ടഡ് ഫാമിലി, വെൽ ബിസിനസ് എൻ്റർപ്രനേഴ്സ്. പക്ഷേ ഡാഡിക്കും മമ്മിക്കും എന്നെക്കുറിച്ച് ആലോചിക്കാൻ സമയമേ ഇല്ല. അവരൊന്ന് കാണണമെങ്കിൽ എനിക്ക് അപ്പോയിൻമെൻ്റ് എടുക്കേണ്ട അവസ്ഥയാണ്. നിനക്ക് നിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് കൃത്യമായിട്ടൊരു പ്ലാനുണ്ട്. എന്നെ സംബന്ധിച്ച് അവർ പറയുന്നത് അനുസരിക്കണം, അത്രേ ഉള്ളൂ. ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോഴേ കമ്പനി CEO പോസ്റ്റ് എനിക്ക് വേണ്ടി വെയിറ്റിംഗാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ കൂടി വേണമെന്ന് എൻ്റെ നിർബന്ധമായിരുന്നു. അതുവരെയെങ്കിലും അടിച്ചു പൊളിച്ച് ജീവിക്കാമല്ലോ. നിനക്ക് ഇതിനു മുമ്പ് റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിട്ടില്ലേ? അങ്ങനെ ചോദിച്ചാൽ ഹയർ സെക്കൻഡറി പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഒരു പോയിന്റ് ഓഫ് ടൈം കഴിഞ്ഞപ്പോൾ എനിക്കെന്താ അവനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി. ഞാൻ പ്രപ്പോസ് ചെയ്തു. ആ ടൈമാണ് ഞാനൊരു ഗേ ആണെന്ന് എനിക്ക് തന്നെ മനസ്സിലായത്. പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ല. അവർക്ക് കളിയാക്കാൻ ഒരു കാരണം കൂടിയായി. അതിൻ്റെ പേരിലും ഒരുപാട് മാധ്യമത്തിലുകളൊക്കെ ഉണ്ടായിരുന്നു. ബോയ്സ് എന്നോടൊന്നും സംസാരിക്കാറ് പോലുമില്ല. നൗ ഐ ഡോണ്ട് ബിലീവ് ഇൻ എനി കൈൻഡ് ഓഫ് റിലേഷൻസ്. കോളേജിൽ എന്നെക്കുറിച്ച് പലരും പലതും പറയുന്നുണ്ടാവും. ഐ ഡോണ്ട് കെയർ അബൌട്ട് എനിത്തിങ്. പിന്നെന്തിനാ ഞാനുമായിട്ട് ഈ ഡേറ്റിന് സമ്മതിച്ചേ? അത് ഒരു ദിവസം പെട്ടെന്ന് കാണാതായാൽ പോലും എന്നെ അന്വേഷിച്ചാരും വരാറില്ല. താൻ അന്ന് എനിക്ക് വേണ്ടി ഇവിടെ വരെ വന്ന് വെയിറ്റ് ചെയ്തില്ലേ, എന്തോ ഭയങ്കര ഒരു സന്തോഷം തോന്നി. നൗ ഇറ്റ്സ് ആൻ എൻഡ്. അപ്പം എങ്ങനെ, താൻ പോവല്ലേ? ഓക്കെ ഹരി. ഓ ശരി. ശ്യാം, എന്നെങ്ങനെ പറഞ്ഞു വിടാതിരുന്നൂടെ? നൗ ഐ എം ഗോയിങ് ടു കൺഫെസ് ഐ ലവ് യു മാൻ. ഈ ഫേക്ക് ഡേറ്റ് അവസാനിപ്പിച്ചൂടെ? നമുക്ക് റിയൽ കപ്പിൾസ് ആവാം. ഐ എം റെഡി. Sorry, I can't wait anymore. इतनी प्यारी हो सामने हम काबू में कैसे रहे. तेरी ऐसी अदा पे तो फिदा हम है. इतनी प्यारी हो सामने हम काबू में कैसे रहे. ഗുഡ് മോർണിംഗ്. നല്ല ക്ഷീണമുണ്ടല്ലോ. ഏയ് ഇല്ല. അതിന് കഷ്ടപ്പെട്ടത് ഞാനല്ലേ, അതുകൊണ്ടാ. എന്തു പറ്റി? ആർ യു ഓൾ റൈറ്റ്? അതെ. നീ ഇന്ന് കോളേജിൽ പോകുന്നില്ലേ? പോണോ എന്നാ ഞാനും ആലോചിക്കുന്നേ. നമുക്ക് ഇന്നോട് ലീവ് എടുത്താലോ? ഇന്നലെ പെട്ടെന്നായതുകൊണ്ട് എനിക്ക് ശരിക്കും അങ്ങോട്ട് കലങ്ങിയില്ല. ലെറ്റ് മീ ട്രൈ ഇറ്റ് അഗെയിൻ. എൻ്റെ പൊന്നെ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. കോളേജിലേക്കല്ലേ, ഒരുമിച്ച് പോവാം. നിന്റെ ഏതെങ്കിലും ഒരു ഷർട്ട്, പാൻസ്, പിന്നെ ഉള്ളിലിടാൻ പാകാവെന്ന് തോന്നില്ല. ഓ, യു ലുക്ക് സോ സ്കാരി. ഇറ്റ്സ് ജസ്റ്റ് ഫൺ. ഒന്ന് ചിരിച്ചൂടെ? എനിക്ക് ഫസ്റ്റ് 2 hours ക്ലാസ്സില്ല. പാർട്ട് ടൈം ജോബിന് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നീ ഇറങ്ങാൻ നോക്ക്. കോളേജിൽ വെച്ച് കാണാം. ശരി, നീ എന്നാ പോയി റെഡി ആയിട്ട് വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ പോയിക്കോളാം. നീ ഇറങ്ങാൻ നോക്ക്. അല്ല, ഇതാര്? എഴുന്നള്ളാനൊക്കെ തോന്നിയല്ലോ. എന്താ ഇത്ര നേരത്തെ ഒക്കെ വന്നേ? ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ഒരു നീണ്ട കുളിയായിരുന്നു, അതാ ലേറ്റായേ. എന്ത്, നിനക്ക് ഇന്നലെ കാളപ്പൂട്ടായിരുന്നു ജോലി? ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരാം.
ഇന്നും കറക്കമാണോടേ? തീരുമാനിച്ചിട്ടില്ല. എക്സ്ക്യൂസ് മീ, കുട്ടി ഈ ക്ലാസ്സിലാണോ പഠിക്കുന്നത്? അതെ. ഹരി ഒന്ന് വിളിക്കോ? ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ മതി. ഹരി അവൻ 2 ഡേ ആയിട്ട് ക്ലാസ്സിൽ വന്നിട്ടില്ലല്ലോ. ഇന്നും ലീവാണെന്ന് തോന്നുന്നു, കണ്ടില്ല. ലീവോ? ഇവൻ ഇതുവരെ വന്നില്ലേ? നീ എന്തിനാണ് ഇത്രയും ടെൻഷൻ അടിക്കുന്നേ? അവന് ഇതുപോലെ ഇടയ്ക്ക് പോവാറുള്ളതല്ലേ. ഇപ്പോഴേലും മനസ്സിലായല്ലോ, അവന് നിന്റെ കൂടെ മാത്രമല്ലടാ ഡേറ്റ്, പലരുടെ കൂടെയും കാണും. നീ കണ്ടിട്ടുണ്ടോ? അവൻ വേറെ ആരുടെങ്കിലും കൂടെ പോകുന്നത് നീ കണ്ടിട്ടുണ്ടോന്ന്? അതില്ല. നീ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? ഓ, കുറച്ച് ദിവസം അവന്റെ കൂടെ കറങ്ങിയതിന്റെ ഷോ ഓഫ് ആണോ? അല്ലടാ, ഇന്നലെ അവന്റെ കൂടെ കിടന്നതിന്റെ ദണ്ണ എന്തേ? ഐ സ്ലാപ്ഡ് വിത്ത് ഹിം. അറിയില്ലടാ, ഐ ആം ഇൻ ലവ്. അതിന്റെ പേരിലാണ് ഈ മാറി നിൽക്കുന്നതെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു. ഇതാ നീ എണീക്ക്. എവിടെ ഇങ്ങനെ എഴുന്നേറ്റ് എന്താ കാര്യം? അവൻ ഏതായാലും ഇങ്ങോട്ട് വരാതിരിക്കില്ലല്ലോ. ഇനി ഞാൻ ഇവിടുന്ന് മാറില്ല. അവനെ കണ്ടിട്ടേ ഞാൻ പോവും. നീ എത്ര നേരം എന്ന് വെച്ചാൽ ഈ ഇരിപ്പിരിക്കുന്നേ? അവൻ പാർട്ടമായിട്ടൊരു കഫേയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കാണണമെങ്കിൽ അങ്ങോട്ട് പോകണം. അതിനാ വിളിച്ചേ. ഹരി, എനിക്ക് സംസാരിക്കണം. കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഇപ്പൊ പറ്റില്ല. എനിക്ക് സംസാരിക്കണം എന്നല്ലേ പറഞ്ഞേ? എടാ, നീ വെറുതെ ഒച്ച വയ്ക്കല്ലേ, ആളുകളൊക്കെ നോക്കുന്നു. ഹരി, ഒരു 10 മിനിറ്റ് ഒന്ന് സംസാരിച്ചൂടെ? എന്താ നിനക്ക് പറയാനുള്ളേ? ഓ ഷിറ്റ്. ഓക്കെ, നിങ്ങൾ സംസാരിക്കേ, ഞാൻ കാറിൽ വെയിറ്റ് ചെയ്യാം. എന്തിനാടാ നീ ഇങ്ങനെ മാറി നിൽക്കുന്നേ? ഞാനിങ്ങനെ ചെയ്തതൊന്നും നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അതോ നീ ആഗ്രഹിച്ച പോലെ ഒന്നുമല്ലേ ഞാൻ? സ്റ്റോപ്പ് ഇറ്റ്. ഇന്നലെ സംഭവിച്ചതൊക്കെ കഴിഞ്ഞു. അത് നമുക്ക് രണ്ടുപേർക്കും മറക്കാം. ആ ഒരു ദിവസത്തിന്റെ പേരിൽ ഇനി നമ്മുടെ അങ്ങോട്ടുള്ള ജീവിതത്തെ ഒരിക്കലും ബാധിക്കരുത്. എനിക്കറിയാം, നീ ഇഷ്ടപ്പെടുന്ന ലൈഫ് ഇതൊന്നും അല്ല. നിനക്ക് മറ്റൊരു ജീവിതമുണ്ട്. അതിലൊരിക്കലും ഞാനൊരു തടസ്സമാവില്ല. നീ എന്ത് ഈ പറയുന്നേ? ഇന്നലെ നീ നോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഈ പുറകെയുള്ള നടപ്പ് ഞാൻ അവസാനിപ്പിക്കില്ല. എനിക്ക് നിന്നെ ഇഷ്ടാ. നീ ഇങ്ങനെ എടുത്തു ചേട്ട് തീരുമാനിക്കേണ്ടതല്ല. പെട്ടെന്ന് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ നിന്നെ കൂടെ പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. ലെറ്റ്സ് എൻഡ് ദിസ്. ഹരി, ഐ നോ ഒരു ഗേ ആണെന്ന് എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ മറ്റുള്ള പെൺകുട്ടികളുടെ അടുത്ത് പോലും കിട്ടാത്ത അത്രയും സന്തോഷം എനിക്ക് നിന്റെ കൂടെ കിട്ടുന്നുണ്ട്. ഞാൻ ഒരിക്കലും അത് വിട്ടു പോവില്ല. എനിക്ക് നിന്നെ വേണം. നീ എങ്ങോട്ടാ? കോളേജിലേക്ക്. കോളേജോ? എന്നോട് ലീവ് എടുക്ക്, നമുക്ക് പുറത്തു പോവാം. അറ്റൻഡൻസ് ഷോർട്ടേജാ. ഇനിയും പോയില്ലെങ്കിൽ എക്സാം എഴുതേണ്ടി വരില്ല. ശരി, നീ പോയിട്ട് വാ. ബൈ. ഐ നോ നീ തിരിച്ചു വരുന്നു ബേബി. നീ എന്താടാ ഇങ്ങോട്ട്? മകനെ ഒന്ന് കാണാൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാ. മുട്ട വല്ലതും വിരിഞ്ഞായിരുന്നു? മുട്ടയാ? അടയിരിപ്പല്ലേ ജോലി, അതുകൊണ്ട് ചോദിച്ചതാ. തമാശ. വന്ന കാര്യം പറയടാ. ഫൈനൽ സെമ്മിന് നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു, അറിഞ്ഞാ? നെക്സ്റ്റ് മന്തല്ലേ? ഇഷ്ടം പോലെ സമയമുണ്ട്. അത് പറയാനാണോ നീ ഇങ്ങോട്ട് വിട്ടെടുത്തേ? നിന്റെ മമ്മി നിന്നെ കാണാനെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചായിരുന്നു. എന്നെക്കുറിച്ചൊക്കെ അവർ ആലോചിക്കാറുണ്ടോ? നേരെ ഡാഡിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന്. ഓ, ഡാഡി എങ്ങനെ ആർക്കും അപ്പോയിൻമെന്റ് കൊടുക്കാത്തതാണല്ലോ. എന്തു പറ്റി? ഹരി എവിടെ? അവൻ കോളേജിൽ പോയി. അവന് പിന്നെ അവൻ്റെ കാര്യം നോക്കാൻ അറിയാം. നീ ഏതായാലും റെഡിയാവ്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നിന്റെ ക്രെഡിറ്റ് കാർഡ് വല്ലാതെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ഓ, അതായിരുന്നു. ഇനി ഉപയോഗിക്കാതിരുന്നോളാം. നിന്റെ എക്സാംസ് ഒക്കെ കഴിഞ്ഞോ? നെക്സ്റ്റ് മന്ത്. അത് കഴിഞ്ഞാൽ ഉടനെ കമ്പനിയിൽ വന്ന് ജോയിൻ ചെയ്യണം. ആൻഡ് വി ഹാവ് എ മീറ്റിംഗ് 12 o'clock. ഡോണ്ട് ബി ലേറ്റ്. മീറ്റിംഗ്? കമ്പനിയെക്കുറിച്ചൊന്നും അറിയാതെ ഞാൻ എന്തിനാണ് അറ്റൻഡ് ചെയ്യുന്നത്? കമ്പനിയുടെ മീറ്റിങ്ങിന് പോവാൻ എനിക്ക് നിൻ്റെ ആവശ്യമില്ല. എ മാരേജ് പ്രപ്പോസൽ, അതിന് നീ വേണം. മാരേജ് ഫോർ മീ? ഐ ആം നോട്ട് റെഡി ഫോർ ദാറ്റ്. നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ബന്ധമാണ്. സിറ്റിയിൽ ഇപ്പോൾ അവളുടെ പേരിൽ ഒരു കോംപ്ലക്സ് കൂടി പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതെല്ലാം നിനക്കുള്ളതാ. പണമില്ലാതെ നിങ്ങളൊരു ബിസിനസ് നടത്തില്ലെന്ന് എനിക്കറിയാം. ദയവ് ചെയ്ത് ഇതിലേക്ക് മാത്രം എന്നെ വലിച്ചിടരുത്. ഒരു മാരേജിനെ കുറിച്ച് ഇപ്പം ഞാൻ ചിന്തിച്ചിട്ടില്ല.
ഇനി ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ ഈ പറഞ്ഞ പെൺകുട്ടിയെ ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കില്ല. എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ്. ഐ എം ഇൻ ലവ് വിത്ത് എ മാൻ. വാട്ട് ആർ യു ഗേ? കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കാൻ ഇതുപോലെ ഒരെണ്ണത്തിനാണല്ലോ നീ പെറ്റുവെച്ചത്. അങ്ങനെ എന്നെ മാത്രം കുറ്റം പറയണ്ട, നിങ്ങൾ കൂടി ഉണ്ട് പാതി ഉത്തരവാദിത്തം. ഇനി എനിക്ക് വേണ്ടി നിങ്ങൾ രണ്ടുപേരും അടി കൂടണ്ട. ഞാൻ കാരണം കുടുംബത്തിൻ്റെ പേര് പോവുകയാണെങ്കിൽ അതങ്ങ് പോട്ടേന്ന് വെക്കണം. ഈ ബന്ധം വേണ്ടെന്ന് വെക്കാൻ നിനക്ക് പറ്റില്ലേ? ഇല്ല. ഗെറ്റ് ഔട്ട് ഫ്രം മൈ ഹൗസ്. ഇനി ഈ പടി തിരിച്ചു കയറാമെന്ന് നീ വ്യാമോഹിക്കണ്ട. ഇങ്ങനൊരു മകൻ ജനിച്ചിട്ടില്ല എന്ന് കൂട്ടിക്കോളാം. എടാ ഡാഡി എന്താ പറഞ്ഞേ? ഹരിയുടെ കാര്യമല്ല അറിഞ്ഞോ? അറിഞ്ഞില്ല, ഞാൻ അറിയിച്ചു. ഒരു മാരേജ് പ്രപ്പോസൽ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞ് എന്നെ അറിയിക്കാൻ വിളിച്ചതാ. സൗകര്യമില്ല, എനിക്ക് ഹരിയെ ഇഷ്ടമാണെന്ന് ഞാനങ്ങ് പറഞ്ഞു. നിനക്ക് ഇത്രയും ചങ്കൂറ്റുണ്ടായിരുന്നു. എന്നിട്ട് ഡാഡി എന്താ പറഞ്ഞേ? എല്ലാം സമ്മതിച്ചോ? പിന്നെ ഒരു വീരചക്ര കയ്യിലെടുത്ത് തന്നിട്ട് ഇറങ്ങി പൊയ്ക്കോളാൻ പറഞ്ഞു. അടിപൊളി. അപ്പം അതിനും തീരുമാനമായി. ഇനി എന്താ നിന്റെ പ്ലാൻ? എനിക്കൊരു ജോലി വേണം. ഐ എം ഗോയിങ് ടു മാരി ഹിം. എടാ ഇത് കുട്ടിക്കളിയല്ല. നീ ആലോചിച്ചിട്ട് തന്നെയാണോ? ഒരുപാട് ആലോചിച്ചിട്ടാ. നീ നിന്റെ പപ്പയോട് പറഞ്ഞ് എനിക്കൊരു ജോബ് ശരിയാക്കി താടാ. ആ ബെസ്റ്റ്. എന്നെ പോലും കമ്പനിയുടെ അയലത്ത് അടുപ്പിക്കില്ല എന്ന വാശിയിൽ അങ്ങേര്. ഞാൻ നിനക്ക് വേണ്ടി റെക്കമെൻഡേഷൻ ലെറ്റർ ആയിട്ട് പോകണല്ലേ? എടാ പ്ലീസ് ഒന്ന് ട്രൈ ചെയ്യൂ. പിന്നെ ഡാഡി പറഞ്ഞ കാര്യമൊന്നും ഇപ്പം അവ അറിയണ്ട. സമയമായിട്ട് ഞാൻ തന്നെ പറഞ്ഞോളാം. ഹരി, ഡാ നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. ആ പറഞ്ഞത് തന്നെ എന്തൊക്കെയോ ഉണ്ടല്ലോ, കാര്യം പറ. സെക്കൻഡ് സെമ്മിൻ്റെ റിസൾട്ട് വന്നു. ബാക്കപ്പ് പേപ്പേഴ്സ് ഉണ്ട്. നിനക്കാ? അതെങ്ങനെ സംഭവിച്ചു? ശരി, സങ്കടപ്പെടാതെ. അതൊക്കെ എഴുതിയെടുക്കാം. നിന്റെ പാർട്ട് ടൈം ജോബാ പ്രശ്നം. അത് അപാർത്ഥത്തിൽ കോൺസെൻട്രേഷൻ കിട്ടാതെ അതങ്ങ് നിർത്തിയേക്ക്. നീ ഇല്ലാത്തപ്പോഴും ജോലി ചെയ്തല്ലേ ഞാൻ പഠിച്ചോണ്ടിരുന്നേ. ആഹാ, അപ്പം ഞാനാണോ നിന്റെ പ്രശ്നം? നീ തന്നെ എപ്പോഴും കറങ്ങി നടക്കുമല്ലേ. എടോ വടോ നീ മാത്രമേ ഉള്ളൂ. എനിക്ക് മറ്റുള്ളതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. നീ മാത്രം. ഹരിയുടെ ആ വാക്കുകൾ ശ്യാമിനെ വേദനിപ്പിച്ചെങ്കിലും അത് പ്രകടിപ്പിച്ചില്ല. പറഞ്ഞത് തെറ്റായെന്ന് മനസ്സിലായപ്പോൾ ഒന്നും മിണ്ടാതെ ഹരി മുറിയിലേക്ക് പോയി. ഹരി, സോറി. ഏയ് സാരമില്ല. നീ പറഞ്ഞതിലും കാര്യമുണ്ട്. എപ്പോഴും ഇങ്ങനെ കറങ്ങി നടക്കുമല്ലേ. ക്ലാസ്സിലും പോകാൻ പറ്റുന്നില്ല. പഠിക്കുന്ന ടൈമിൽ ഞാൻ ചുമ്മാ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം, കറക്കം കുറയ്ക്കാം. പിന്നെ നീ പഠിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ അടുത്ത് വന്നിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ വന്ന് കൂട്ടിയിരിക്കും. പിന്നെ പാർട്ട് ടൈം ജോബ് അത് വേണ്ട, നിർത്തിയേക്ക്. ഇപ്പോൾ എനിക്കൊരു ജോലി ഉണ്ടല്ലോ. നീ ഇനി പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? മിണ്ടില്ലെന്ന് വാശിയാണോ? എന്നാ അതൊന്ന് കാണണമല്ലോ. എടാ പറഞ്ഞതൊക്കെ എന്തായി? എല്ലാം ഓക്കെ അല്ലേ? നീ പറഞ്ഞ ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട്. നാളെ 11 മണിക്കാട്ടായും. നീ അവനോട് കാര്യം പറഞ്ഞോ? ഇല്ല, പറയണം. ബെസ്റ്റ്. എടാ അവൻ വേണ്ടെന്ന് പറഞ്ഞാലോ? ഏയ് അവനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം. കൊറേ സമയമായല്ലോ മാറി നിന്നൊരു ഫോണില്. അവിഹിതം വല്ലതുമാണോ? ജയ്സ, ഞാൻ നിന്നെ പിന്നെ അങ്ങോട്ട് വിളിക്കാം. ഇവിടെ ഒരു സംശയം, അതൊന്ന് തീർത്തു കൊടുക്കട്ടെ. നീ എന്താ ചോദിച്ചേ? അവിഹിതം കൊള്ളാലോ. എടാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പക്ഷേ എന്താണെങ്കിലും നോന്ന് മാത്രം നീ പറയരുത്. ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് നോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? കാര്യം പറയടാ. നീ എന്നെ വിട്ടിട്ട് പോവോ? ഇതുപോലെ കൊനഷ്ട് പിടിച്ച ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇനി ചോദിക്കണ്ട. പോവില്ലെന്നറിയാം. എന്നാലും നിന്റെ നാവിന്ന് കേൾക്കാൻ വേറെ രസമല്ലേ? എനിക്കും ഇപ്പം നീ മാത്രമേ ഉള്ളൂ. നീ എന്നെ വിട്ടിട്ട് പോയാൽ ഞാൻ ചിലപ്പോൾ ഇല്ലാതായി പോവും. അതുകൊണ്ടാ ഐ വാണ്ട് ടു മാരി യു. മാരേജ്? എടാ ഇതങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന തീരുമാനങ്ങളൊന്നുമല്ല. എൻ്റെ കാര്യം വിട്ടേക്ക്, ആരും ഇല്ലാന്ന് കൂട്ടാം. പക്ഷെ നീ അങ്ങനെയല്ല. ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് അവരോടൊക്കെ എന്ത് പറയും? ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ഇതൊക്കെ ഞാൻ പണ്ടേ വിട്ടു. നിന്നോട് ഒരു കാര്യം ഞാൻ മറച്ചു വെച്ചു. ഡാഡി നമ്മളെ പറ്റിയെല്ലാം അറിഞ്ഞു. എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അല്ല, ഞാനായിട്ട് ഇറങ്ങി പോന്നു. എടാ നീ എന്ത് മണ്ടത്തരം ഈ കാണിച്ചേ? എന്നിട്ട് ഇപ്പോഴാണ് ഇതൊക്കെ എന്നോട് പറയുന്നേ? മണ്ടത്തരാണെന്ന് ചോദിച്ചാൽ മേ ബി ആയിരിക്കും. ഇനി എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റത്രേ ഉള്ളൂ, നീ മാത്രം. ഇപ്പം ഞാൻ പോകുന്നത് ഞങ്ങളുടെ കമ്പനിയിലെ CEO ഉദ്യോഗത്തിനൊന്നുമല്ല,
ജെയ്സന്റെ കമ്പനിയിലെ HR ഡിപ്പാർട്ട്മെന്റിലെ വേറൊരു മാനേജറായിട്ടാ. ഡോണ്ട് ലുക്ക് ലൈക്ക് ദാറ്റ്. അതത്ര മോശം ജോലിയൊന്നുമല്ല. ഇനിയും ഇതിങ്ങനെ വെച്ച് വൈകിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കങ്ങ് കെട്ടാടാ, പ്ലീസ് സമ്മതിക്കേ. ഓക്കെ അല്ലേ? എനിക്ക് വേറൊരു സർപ്രൈസ് കൂടി. നാളെ രാവിലെ 11 മണിക്കാണ് നമ്മുടെ മാരേജ്. ജെയ്സൺ അവിടെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പോയാൽ മാത്രം മതി. ഇതെങ്ങോട്ടാ? വീട്ടിലേക്ക് ഈ വഴിയല്ലല്ലോ. മിണ്ടാതിരിക്കും മോനെ, നിന്റെ സർപ്രൈസ് ഒന്നും ഇനിയും തീർന്നിട്ടില്ല. വീടെങ്ങനെയുണ്ട്? എടാ, നമ്മളെന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇനി മുതൽ നമ്മൾ ഇവിടെയാ താമസിക്കാൻ പോകുന്നേ. ജെയ്സന്റെ ഫ്രണ്ടാ എല്ലാം ഏർപ്പാടാക്കിയേ. ചെറിയ റെന്റേ ഉള്ളൂ. നീ അല്ല എപ്പോഴും പറയാറ് അപ്പാർട്ട്മെന്റിൽ എപ്പോഴും ഒറ്റപ്പെടലും ഏകാന്തതയാണെന്ന്. ഇനി അതൊന്നും വേണ്ട. ഇവിടെ നമ്മൾ മാത്രം, അവർ ലൈഫ്. ഇനി അപ്പൊ എങ്ങനാ? ഞാൻ നിക്കണോ അതോ? ഇവിടെ നീ ഇതുവരെ പോയില്ലേ? നാണമില്ലേ? ഒന്നുമില്ലേലും ഞങ്ങൾ ന്യൂ മാരീഡ് കപ്പിൾസ് അല്ലേ. ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലേ? അവിടെ വായ പൊളിച്ചു നിന്നോളും. അത് ശരി, പാലം കടക്കോളം നാരായണ. അത് കഴിഞ്ഞാൽ പിന്നെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അവൻ പോയി. അപ്പോ തുടങ്ങുമല്ലേ? ശ്യാം, വെയിറ്റ്. എന്താ? അത് അങ്ങോട്ട് നോക്ക്. ഈ വൃത്തിയായിട്ടാൻ പോയില്ലേ? എന്താടാ നിനക്ക് വേണ്ടേ? അത് ഞാൻ കീ എടുക്കാൻ മറന്നു. അതിനിടയിൽ നല്ലൊരു സീൻ കണ്ടപ്പോൾ അറിയാതെ നോക്കി നിന്ന് പോയതാ. എന്നാ ശരിക്കും പോയേക്കുവാ. പോന്ന വഴിക്കാ ഡോറൊന്ന് അടച്ചേക്ക്. ഇവിടെ കുറച്ച് ജോലിയുണ്ട്. എന്തൊരു വലിയാടാ ഇത്! എത്രാമത്തെയാ? ആലോചിച്ചിട്ടൊരു എത്തും വീടും കിട്ടുന്നില്ല. വീടിൻ്റെ റെന്റ്, ഇലക്ട്രിസിറ്റി, വാട്ടർ ബില്ല്, അവൻ്റെ എക്സാം ഫീസ്, അതിൻ്റെ ഇടയിൽ വീട്ടിലേക്കുള്ള ചെലവ് എല്ലാം കൂടി ശമ്പളം കൊണ്ട് തികയും തോന്നുന്നില്ല. കിട്ടുന്ന കാശിന് മൊത്തം കറങ്ങി നടക്കലും ബ്രാൻഡഡ് ഷൂ, ബ്രാൻഡഡ് ഡ്രസ്സ് ഇതൊക്കെ വാങ്ങിക്കൂട്ടി അങ്ങനെ ഇരിക്കും. കാശ് ചെലവാക്കാൻ മാത്രമേ നീ പഠിച്ചിട്ടുള്ളൂ, സേവ് ചെയ്യാൻ പഠിച്ചിട്ടില്ലല്ലോ. എല്ലാം ശരിയാവും. ഹലോ, ഹരി പറയടാ. അത് ശ്യാം ഇതുവരെ എത്തിയില്ല. അവൻ നിന്റെ കൂടെ ഉണ്ടോ? അത് ഇന്ന് പാർട്ടി ഉണ്ടായിരുന്നു. അവൻ കുറച്ച് ഡ്രിങ്ക് ചെയ്തു. ഇപ്പോൾ ഓഫായി കിടക്കുക. പേടിക്കണ്ട, എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ രാവിലെ അങ്ങോട്ട് വിട്ടോളാം. നീ ടെൻഷൻ അടിക്കണ്ട. എടാ ഹരി, നീ എന്തിനു ഈ സമയത്ത് ഇങ്ങോട്ട് വന്നേ? അത് എനിക്ക് അവനില്ലാതെ പറ്റില്ല. ഞാൻ കൊണ്ടുപോയിക്കോളാം, കുഴപ്പമില്ല. എടാ, നീ ഒന്നും കുടിച്ചിട്ടുണ്ടോ? ഉണ്ട്. എടാ, നിനക്ക് എന്താ പറ്റിയേ? എനിക്കൊന്നും ഇഷ്ടമല്ലെന്ന് അറിഞ്ഞൂടെ? പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഇപ്പൊ എന്നോടൊന്ന് സംസാരിക്കാൻ പോലും സമയമില്ല. ഫുൾ ടൈം കുടി വലി. അതിഷ്ടമല്ല, ഇതിഷ്ടമല്ല. എപ്പോഴും നിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് എൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എപ്പോഴും നീ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാനൊന്നും എനിക്ക് പറ്റിയെന്ന് വരില്ല.
ശ്യാം, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഓ ഇപ്പോഴേ ലേറ്റായി. അതിനിടയിൽ അവൻ ഇനി നിന്നാ ജോലി അങ്ങ് പോവും. പിന്നെ സംസാരിച്ചിരിക്കാനും നേരം ഉണ്ടാവും. നീ മാറി നിൽക്ക്, അല്ലെങ്കിൽ പട്ടിണി കിടന്ന് ചാവേണ്ടി വരും. നിന്റെ മാറ്റങ്ങളുടെ കാരണം ഞാനായിരിക്കും മനസ്സിലാക്കാൻ ബാക്കിപ്പോയി. ഐ എം സോറി. ഇനിയും ഞാൻ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല.